ഹായ് നമസ്കാരം. ഞാൻ ശ്രീ പാർവതി, സെൻറ് ജോർജ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്ന് നമ്മൾ സെൻറ് ജോർജ് സ്കൂളിൽ ക്രമീകരിച്ചിരിക്കുന്നത് കാർഷിക ഉൽപ്പന്നങ്ങളുടെയും അവയുമായിട്ട് സംബന്ധിച്ച മറ്റ് വസ്തുക്കളുടെയും കാർഷിക ഉപകരണങ്ങളുടെയും ഒരു എക്സിബിഷനാണ്. സത്യം പറഞ്ഞാൽ ഞാനും ഇതിൽ എല്ലാം ഒന്നും കണ്ടിട്ടില്ല. പഴയ ഒരുപാട് കാർഷിക ഉപകരണങ്ങളെ പറ്റി നമുക്കറിയാനായിട്ട് ഈ എക്സിബിഷനിലൂടെ സാധിച്ചു. ഈ ആധുനിക തലമുറയിൽ കുട്ടികൾക്കൊന്നും തന്നെ അവർ കഴിക്കുന്ന ഭക്ഷണം എവിടെ നിന്നാണ് വരുന്നതെന്നോ, കർഷകർ ആ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് എത്രത്തോളം കഷ്ടപ്പെടുന്നുവെന്നോ, കർഷകരുടെ ജീവിതശൈലിയെ പറ്റിയൊന്നും യാതൊരു ധാരണയുമില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽപ്പെട്ട കുട്ടികളെ സഹായിക്കാനായിട്ട് ഈ ഒരു എക്സിബിഷൻ ഉപകാരപ്പെടട്ടെ. അപ്പം നമുക്ക് ഓരോ ഉൽപ്പന്നങ്ങളെ പറ്റിയിട്ടും കൂടുതൽ അറിയാനായിട്ട് ഓരോരുത്തരോട് ചോദിക്കാം. അപ്പം തന്നെ നെല്ലിക്കയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാമോ? ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും അതേപോലെ നമ്മുടെ ചർമ്മത്തെ യുവത്വമുള്ളതായിട്ട് സൂക്ഷിക്കാനും പിന്നെ അതേപോലെ നമ്മുടെ ഡൈജഷനകത്ത് ഫാസ്റ്റായിട്ട് ഹ്യൂമൻ ബോഡിയിൽ ഡൈജഷൻ നടത്താനും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഗൂസ്ബെറി, ആംല എന്നൊക്കെ പേരുണ്ട്. വൈറ്റമിൻസ് റിച്ചുമാണ്. ആളോട് ചോദിക്കാം. ഇലുമ്പിക്ക അഥവാ ഇരുമ്പിപ്പുളി എന്നത് ഏറ്റവും ഫലപ്രദമായ ഒന്നാണ്. ഇത് ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കുവാനും ഡയബറ്റിക്സ് കുറയ്ക്കുവാനും എല്ലുകളെ പുഷ്ടിപ്പെടുത്തുവാനും ഇത് സഹായിക്കുന്നു. അതിനോടൊപ്പം ഇത് അമിതമായാൽ രക്തത്തിലെ കൺസിസ്റ്റൻസി കുറയ്ക്കുകയും ചെയ്യുന്നു. വളരെ കയ്പേറിയതും എന്നാൽ അതിലേറെ ഗുണമേറിയ ഒന്നാണ് പാവയ്ക്ക. ഈ ഇനം നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന ഒരു ഇനമാണ് പാവയ്ക്ക. കാരണം ഈ ഒരു ഇത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ക്യാൻസറിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ഒരു ഫലമേറിയ ഒന്നാണ് പാവയ്ക്ക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോൾ ബാലൻസ് ചെയ്യാനും ഷുഗർ ബാലൻസ് ചെയ്യാനും നമ്മുടെ ഡൈജഷൻ പ്രോബ്ലംസ് ആയാലും എല്ലാത്തിനും ഒരു ഫലമേറിയ ഒരു ഒന്നമാണ് പാവയ്ക്ക. നമുക്ക് നാരങ്ങയുടെ ഗുണം എന്താണെന്നറിയാം. നാരങ്ങ ധാരാളം വൈറ്റമിൻ സി, ആൻറ്റി ഓക്സിഡൻറ്റ്സ് എന്നിവ അടങ്ങിയിരിക്കുന്ന ഒരു ഫലവർഗ്ഗമാണ് നാരങ്ങ. കൂടാതെ ക്യാൻസർ, കിഡ്നി സ്റ്റോൺ എന്നീ അസുഖങ്ങളെയും നിയന്ത്രിക്കുവാനും നാരങ്ങ നമ്മെ സഹായിക്കുന്നു. ധാരാളം ഇമ്മ്യൂണിറ്റി കണ്ടന്റുള്ള നാരങ്ങ നമ്മുടെ പ്രതിരോധ ശേഷിയെയും വർദ്ധിപ്പിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രിഞ്ചോൾ അല്ലെങ്കിൽ വഴുതനങ്ങയുടെ ഗുണം എന്താണ്? ഇരുമ്പിൻ്റെ ഘടകം ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറി തന്നെയാണ് വഴുതന. അടുത്തത് പച്ചമുളക്. പാചകത്തിൻ്റെ രുചിയും ഘടനയും വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന പച്ചക്കറിയാണ് മുളക്. വിറ്റാമിൻസും മിനറൽസും ധാരാളം അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇതിനെ കറുത്ത പൊന്ന് എന്നാണ് കേരളത്തിൽ അറിയപ്പെടുന്നത്. കറികൾക്ക് എരിവും നന്നായിട്ട് കിട്ടുന്നതാണ് കുരുമുളക്. അടുത്ത ക്യാപ്സിക്കമാണ്. ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പച്ചക്കറിയാണ് ക്യാപ്സിക്കം. നമുക്കിനി വെണ്ടയ്ക്കയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. വെണ്ടയ്ക്കയിൽ വിറ്റമിൻ ഇ, ബി, കെ, എ എന്നിവ കൂടാതെ തന്നെ കാൽഷ്യം, അയൺ എന്നിവയും ധാരാളം ഇതിൽ അടങ്ങിയിരിക്കും. ഇതാണ് പയറ്. വൈറ്റമിൻ ബിയും പ്രോട്ടീനും പയറ് ധാരാളം അടങ്ങിയിരിക്കുന്നു. അടുത്തത് കുമ്പളങ്ങയാണ്. ശരീരഭാരം കുറയ്ക്കാൻ മികച്ച ഒന്നാണ് കുമ്പളങ്ങ. ഇതിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. ഇത് പടവലങ്ങയാണ്. അമിത ഭാരവും വണ്ണവും കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. പപ്പായ അനവധി പോഷകാഹാരങ്ങൾ ഗുണങ്ങളുള്ളൊരു പച്ചക്കറി വർഗ്ഗമാണ്. ഹൃദയ സംബന്ധമായ രോഗങ്ങളെ തടുത്തു നിർത്താനും ഇത് സഹായിക്കുന്നു. അടുത്തത് വെള്ളരിങ്ങയാണ്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും കുടലിലെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് വെള്ളരിക്ക. അടുത്തത് വാഴക്കൂമ്പിന്റെ ഗുണങ്ങളെ പറ്റിയിട്ട് അറിയാം. വാഴക്കൂമ്പ് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. അടുത്തത് വാഴപ്പിണ്ടിയാണ്. വാഴപ്പിണ്ടി ജ്യൂസ് വൃക്കയിൽ കല്ലുണ്ടാവുന്നതിനെ തടയുന്നു. അതോടൊപ്പം തന്നെ ഫാറ്റി ലിവർ കുറയ്ക്കാനും സഹായിക്കുന്നു. അപ്പോൾ നമുക്ക് വെളുത്തുള്ളിയുടെ ഗുണങ്ങളെ പറ്റിയിട്ട് ചോദിച്ചറിയാവേ. ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ മാറ്റാൻ വെളുത്തുള്ളി സഹായിക്കുന്നു. ഇനി ചെറിയുള്ളിയാണ്. ചെറിയുള്ളിയിൽ ഇരുമ്പിൻ്റെ അംശം അധികം അടങ്ങിയിരിക്കുന്നു. അടുത്തത് സവാള. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സവാള നമ്മളെ സഹായിക്കും. മൈഗ്രെയിൻ്റെ വേദന കുറയ്ക്കാനാണ് ഇഞ്ചി സഹായിക്കുന്നത്. അടുത്തത് ബീറ്റ്റൂട്ട് ആണേ. ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടുകയും ശരീരഭാരം നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇനി നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് ചോദിച്ചറിയാം. ഉരുളൻകിഴങ്ങ് ഇതിൽ ധാരാളമായ നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ചേമ്പിൻ്റെ ഗുണങ്ങളാണ്. ദോഷകരമായ സൂക്ഷ്മാണുക്കളെ ഇല്ലാതാക്കാൻ ചേമ്പ് സഹായിക്കുന്നു. ഇനി നമ്മുടെ തേങ്ങയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. ഈ തേങ്ങയുടെ തൊണ്ട് വെച്ച് നമുക്ക് കയറുണ്ടാക്കാൻ കഴിയും. ഇതിൻ്റെ ചിരട്ട വെച്ച് നമുക്ക് തവി ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇതിൻ്റെ മാംസപരമായ ഭാഗങ്ങൾ വെച്ചാണ് സദ്യയിലെ പല വിഭവങ്ങളും ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ വിഭവസമൃദ്ധമായ പല പലഹാരങ്ങളും ഈ സദ്യയിലെ ഒരു ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് തേങ്ങയുടെ മാംസപരമായ ഭാഗം. അതുപോലെ തന്നെ തേങ്ങ ഉണക്കി കൊപ്രയാക്കി മാറ്റി അതിൽ നിന്ന് നമുക്ക് എണ്ണ ഉൽപ്പാദിച്ചെടുക്കാൻ പറ്റുന്നതാണ്. കൊളസ്ട്രോൾ വളരെ കുറവായിട്ടുള്ളൊരു സാധനമാണ് തേങ്ങയിലെ എണ്ണ ലഭിക്കുന്നത്. അത് നമുക്ക് വളരെ ശുദ്ധമായ ഒരു കാര്യമാണ്. ഈ തേങ്ങയിൽ ഒരു ഭാഗങ്ങൾ നമുക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒന്നായി തീർന്നിരിക്കുന്നു. എന്തെല്ലാം ഗുണങ്ങളുള്ള തേങ്ങയാണ്? അടുത്തതിൻ്റെ ചീനി ബാക്ടീരിയകളെ അകറ്റുകയും ഫംഗസ് പ്രശ്നങ്ങളെ തടയുകയും ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ ചോദിച്ചറിഞ്ഞു. അപ്പം കുറേ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ എനിക്ക് അറിയായിരുന്നു. എന്നാലും കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പിന്നെ നമുക്ക് ഇലവർഗ്ഗങ്ങളെ പറ്റിയിട്ടുള്ള ഗുണങ്ങളെ പറ്റിയിട്ട് അറിയാം. നമുക്കറിയാം ഇലവർഗ്ഗങ്ങൾ മഗ്നീഷ്യം, കാൽസ്യം, പൊട്ടാസ്യം, അയൺ എന്നീ മിനറൽസിലൊക്കെ വളരെ റിച്ച് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുപോലെ തന്നെ നമ്മുടെ അസ്ഥിക്ക് ശക്തി കൂട്ടാനും
നമ്മുടെ മസിൽസിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനും നമ്മുടെ നെർവ് വർക്കിങ്ങിനും അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യാനും ഒക്കെ ഇലവർഗ്ഗങ്ങൾ വളരെയധികം സഹായിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഇലവർഗ്ഗങ്ങളുണ്ട്, അതിനെ പറ്റിയിട്ട് പരിചയപ്പെടാം. അപ്പോൾ ആദ്യമുള്ളത് കറിവേപ്പിലയാണ്. കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുവാനും മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു. അടുത്തത് മല്ലിയിലയാണ്. വിറ്റാമിൻ കെ, സി, പ്രോട്ടീൻ എന്നിവയുടെ ഉറവിടമാണ് മല്ലിയില. അടുത്തത് പുതിനയിലയാണ്. പുതിനയില നമുക്കിവിടെ ഒരു സുഗന്ധവ്യഞ്ജനമായി പല സ്ഥലത്തും ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ സാമ്പാറിലൊക്കെ ഇതിടും. വളരെയധികം രുചിയേറിയൊരു വിഭവമായി മാറുന്നത് സാമ്പാർ ഈ ഒരു ഇല അതിൽ ഉൾപ്പെടുമ്പോഴാണ്. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ ചീരയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. ചീര വയറുവേദനയും വയറ്റിലെ പ്രശ്നങ്ങളെ മാറ്റാൻ സഹായിക്കുന്നു. പുതുതലമുറയ്ക്ക് അറിയാത്ത ഒരുപാട് കാർഷിക ഉപകരണങ്ങൾ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്നും അറിയാത്ത ഒരുപാട് ഉപകരണങ്ങളുണ്ട്, അതിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാം. എനിക്കും കൂടെ പഠിക്കാം. അപ്പോൾ നമുക്ക് ടീച്ചറിനോട് ചോദിക്കാം. പഴയ തലമുറയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഈ നെൽകൃഷിയായിരുന്നു പഴയ തലമുറ ഏറ്റവും അധികം ചെയ്തിരുന്നത്. അതിൽ പറ എന്നാണ് ഈ ഉപകരണത്തിൻ്റെ പേര്. പറ ഉപയോഗിക്കുന്നത് നെല്ല് അളന്നെടുക്കുന്നതിന്. ഇപ്പം കൃഷി അവസാനിച്ച് കഴിയുമ്പം കൃഷിയുടെ ആ വിളവെടുപ്പ് കഴിയുമ്പോൾ കൂലി കൊടുക്കുക എന്ന് പറയുന്ന അന്ന് പൈസയ്ക്ക് പകരം ഈ നെൽകൃഷിയുടെ നെല്ല് തന്നെയാണ് അളന്നു കൊടുക്കുന്നത്. ഇത് 5 പ്രാവശ്യം അളക്കുമ്പോൾ എൻ്റെ ഒരു പ്രാവശ്യം അളക്കുന്ന ഒരു പറ നെല്ലെന്ന് പറയുന്നത് അതിൻ്റെ കൂലിയായിരിക്കും. അതിൽ അവസാനം ശേഷിച്ച് വരുന്ന കുറച്ച് നെല്ല് കാണും. അത് പറയിൽ അളക്കാൻ കാണത്തില്ല. ഇല്ലാത്ത സമയത്ത് ഈ ചങ്ങഴി ഉപയോഗിച്ച് അളക്കും. ഇതും അതുപോലെ 5 പ്രാവശ്യം 5 ചങ്ങഴി വീട്ടുടമ എടുക്കുമ്പോൾ ഒരു ചങ്ങഴി നെല്ല് അവർക്ക് കൂലിയായിട്ട് കൊടുക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ. അടുത്ത ഇതെന്ന് പറയുന്നത് നിലം പൂട്ടാൻ ഉപയോഗിക്കുന്നത് കലപ്പ, നുകം എന്ന് പറയും. കാളയുടെ കഴുത്തിൻ്റെ മുകളിലായിട്ട് ഈ നുകം വെച്ച് കെട്ടിയിട്ട് അതിനകത്ത് കലപ്പ ഫിറ്റ് ചെയ്യും. എന്നിട്ട് ആദ്യം വയൽ പൂട്ടുന്നത് അങ്ങനെയാണ്. പൂട്ടുമ്പോഴൊരു നിരനിരയായിട്ട് ചേറിങ്ങനെ വരും. അതിനുശേഷം രണ്ടാമത്തെ കൃഷിയുടെ ആ രീതിയാണ് ഈ പൂട്ടിയതിന് ശേഷം പിന്നീട് ഈ നുകം വെച്ച് പൂട്ടിയതിന് ശേഷം പിന്നീട് ഈ മരം ഉപയോഗിച്ച് വയലിൽ മുഴുവൻ വെള്ളം നിറച്ചിട്ട് ഈ മരം കാളയുടെ മുതുകിൽ ഫിറ്റ് ചെയ്തിട്ട് ഈ മരം ഇങ്ങനെ വലിച്ചുകൊണ്ട് കാള ഓടും. ആ സമയത്ത് അതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ആ വയലിലെ ചേറ് നല്ല സോഫ്റ്റായി കിട്ടും. അതിനകത്ത് ഞാറ് നടുന്നതിന് ഏറ്റവും അനുയോജ്യമായിരിക്കും. അതിനാണ് ഈ കാളയും കലപ്പയും നുകവും ഒക്കെ ഉപയോഗിക്കുന്നത്. മരവും. പിന്നെ അടുത്തത് ഇതെന്ന് പറയുന്നത് ചെരുപ്പ് എന്ന് പറയും. ഇത് മണ്ണ് ഈ വയലിലല്ല, ഇത് മണ്ണ് സ്ഥലത്ത് കിളച്ചിട്ടതിന് ശേഷം അത് നിരപ്പാക്കാനായിട്ട് ലെവലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ചെരുപ്പ് എന്ന് പറയുന്നത്. അതും കാള തന്നെയാണ് വലിച്ചുകൊണ്ട് പോകുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഇത് നിലംതല്ലി. അന്നേരം പഴയ കാലത്ത് മുറ്റത്താണ് ഈ കൊയ്ത് വയ്ക്കുന്നത്. കറ്റ കൊണ്ടുവന്ന് വയ്ക്കുന്ന സമയത്ത് വെറും മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ നെല്ലിനകത്ത് മണ്ണ് മിക്സാവും. അത് ആവാതിരിക്കാൻ വേണ്ടി കൃഷി വിളവെടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് മുറ്റം കിളച്ച് അതിനുശേഷം ആ മണ്ണിൽ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം തളിച്ചിട്ട് ഈ നിലം തല്ലി ഉപയോഗിച്ച് തല്ലി ഉറപ്പിച്ചെടുക്കും. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ചാണകം മെഴുകും. അതാണ് നിലം തല്ലി എന്ന് പറയുന്നത്. ഇതാണ് നിലം തല്ലി. ഇതൊക്കെ പുതിയ തലമുറയ്ക്ക് കണ്ടിട്ടില്ലാത്ത സാധനങ്ങളാണ്. അതുപോലെ ഇത് കൊയ്യാൻ ഉപയോഗിക്കുന്ന കത്തി. ഇതിന് കൊയ്ത്തിരുമ്പ് കൊങ്കിയിരുമ്പെന്നൊക്കെ പറയാറുണ്ട്. പിന്നീട് അടുത്തത് ഉലക്ക എന്ന് പറയുന്നത് നമ്മൾ ഉരലിനകത്ത് നെല്ല് കുത്താനും അതുപോലെ അരി പൊടിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതായിരുന്നു ഉലക്ക എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ മിക്സിയൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉലക്ക. നമ്മളിന്ന് ഒരുപാട് പച്ചക്കറികളും ഒരുപാട് കൃഷി ഉപകരണങ്ങളെ പറ്റിയൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമുക്ക് ഇങ്ങനൊരു പ്രദർശനം സംഘടിപ്പിക്കാനായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് നമുക്ക് സ്കൂളിൻ്റെ ഡയറക്ടറായ അച്ഛനോട് ചോദിക്കാം. നമുക്കറിയാമല്ലോ, ഇന്ന് നമ്മൾ ജീവിക്കുന്നതായ ഒരു ആധുനികതയുടെ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മുടെ ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് അങ്ങനെയുള്ളതായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ജീവിക്കുന്നതായ കുഞ്ഞുങ്ങളാണ് ഇന്നത്തെ ഒരു 21ാം നൂറ്റാണ്ടിലെ വിദ്യാഭ്യാസം നേടിയെടുക്കുന്നതും. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നതായ പച്ചക്കറികളെ പറ്റിയോ അതിൻ്റെ ഗുണങ്ങളെ പറ്റിയോ ഒന്നും തന്നെ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നതായ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഒരു പക്ഷേ അറിയുവാനായിട്ട് സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ അവരുടെ പാഠ്യ സംബന്ധമായ വിഷയങ്ങളോടൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങളും ബന്ധപ്പെടുത്തി അവരുടെ അനുദിന ജീവിതത്തിന് ഉപയോഗപ്രദമായ രീതിയിലാണ് നമ്മുടെ സ്കൂളിൽ അക്കാഡമിക്സ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ബോധവൽക്കരണം നൽകാനായിട്ടാണ് നമ്മൾ ഇപ്രകാരമുള്ളതായ ഒരു പ്രദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് പച്ചക്കറികളുടെ ഗുണത്തെ പറ്റിയും ഒരുപാട് കാർഷിക ഉൽപ്പന്നങ്ങളെ പറ്റിയിട്ടുമൊക്കെ അറിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ
ചിങ്ങം 1 കർഷക ദിനത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തിയ ഈ ഒരു പ്രദർശനത്തിലൂടെ ഒരുപാട് പേർക്കിത് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്കിതൊരു അറിവായി. അപ്പോൾ നിങ്ങൾക്കും ഇതിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഇത് ഷെയർ ചെയ്യണം. അപ്പോൾ താങ്ക് യു.